വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ്. ഇന്നത്തെ വാർത്ത എല്ലാവർക്കും അറിയുന്ന പോലെ സ്പെയിനിന്റെ ഫൈനൽ പ്രവേശനം തന്നെയാണ്. ഫ്രഞ്ച് ടീമിനെ ഒന്നിനെതിരെ 2 ഗോളുകൾക്ക് കീഴടക്കിക്കൊണ്ട് സ്പെയിൻ ഫൈനലിലേക്ക് കടന്നു. ടൂർണമെന്റിലെ ഏറ്റവും ബെസ്റ്റ് ടീം തന്നെയാണ്, സംശയമൊന്നുമില്ല. അതുപോലെ തന്നെ നല്ല മത്സരം തന്നെയാണ് ഇന്നലെയും കാഴ്ചവെച്ചത്. ഫ്രാൻസിന് ഇത്രയും താരങ്ങൾ ഉണ്ടായിട്ടും ഇതുവരെ മോശമായി കളിച്ചു, പക്ഷേ ഇത്രയും നിർണായകമായ ഒരു മത്സരത്തിലും പലർക്കും ഫോമിലോട്ട് വരാൻ പറ്റിയിട്ടില്ല എന്നുള്ള ഒരു പ്രശ്നം തന്നെയാണ്. സ്പെയിൻ്റെ സൈഡിലാണെങ്കിൽ മത്സരത്തിന് മുന്നേ സസ്പെൻഷൻ അതുപോലെ പരിക്കൊക്കെ ആയിട്ട് കുറേ താരങ്ങൾ ഉണ്ടായിരുന്നില്ല. കർവഹാള് അതുപോലെ ലെനോർമണ്ട്, ഫസ്റ്റ് ടീമിലെ ഡിഫൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങൾ തന്നെയായിരുന്നു ലെനോർമണ്ടും അതുപോലെ കർവഹാളും. പ്രത്യേകിച്ച് കർവഹാൾ എംബാപ്പേനെ പോലെയൊക്കെ ഒരു താരത്തിനെ നേരിടുമ്പോൾ കർവഹാളിനെ പോലെ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള താരം തന്നെ റൈറ്റ് ബാക്കിൽ വേണമായിരുന്നു, പക്ഷെ അതും സ്പെയിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല. അതുപോലെ പിന്നെ ഫ്രണ്ട് സൈഡിലോട്ടാണെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല, പരിക്കോ അല്ലെങ്കിൽ സസ്പെൻഷനോ മൂലം ആരും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഗ്രീസ്മാൻ ഒന്നും ഫസ്റ്റ് 11 ഇറങ്ങിയില്ല. പെട്ടെന്ന് ഗോൾ ഉണ്ടതുള്ള ഒരു ടാക്ടിക്സ് ആയിരുന്നു തോന്നുന്നു ഫ്രഞ്ച് സൈഡിൻ്റെ ടീമിൽ നിന്ന്. കൊളമുവാനാണ് ഇറങ്ങിയത്. കഴിഞ്ഞ മത്സരത്തിൽ ഗോൾ അടിച്ച കൊളമുവാനി ഇറങ്ങി. അതുപോലെ ഡെമ്പലെ ഇറങ്ങി. ഡെമ്പലെ അറിയാൻ എപ്പോഴും നല്ല തട്ടുണ്ടാക്കാൻ കഴിയുന്ന താരമാണ്. അതുപോലെ എംബാപ്പെ ഇറങ്ങി. അപ്പോൾ മാച്ച് കൺട്രോൾ ചെയ്യുക എന്നുള്ളതിനേക്കാളും കൂടുതൽ ആദ്യം ഗോള് കണ്ടെത്തുക എന്നുള്ളതായിരിക്കാം ചിലപ്പോൾ ഫ്രഞ്ച് ടീമിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അത് അവർക്ക് സാധിക്കും ചെയ്തു. കൊളമോനയിലൂടെ തന്നെ അവർ ഗോളും കണ്ടെത്തി. ഒരു കിടിലൻ ഹെഡറായിരുന്നു. പിന്നെ ഇവൻ്റെ എംബാപ്പിൻ്റെ ഭാഗത്തു നിന്ന് നല്ലൊരു ക്രോസും. അങ്ങനെ ഏകദേശം ഫ്രാൻസ് ഒരു പഴയ ഫോമിലോട്ട് എപ്പോഴും കാണുന്ന ആ ഒരു ഫ്രഞ്ച് ടീമിൻ്റെ ഒരു പവർ ഫോമിലോട്ട് തിരിച്ചെത്തുന്നു കരുതി ആ സമയത്ത്. പക്ഷെ പിന്നെ കണ്ടത് സ്പെയിനിൻ്റെ ഒരു തിരിച്ചുവരവാണ്. 4 മിനിറ്റിനുള്ളിൽ 2 ഗോള്. അവർ ഇത്രയും എന്താ പറയുക, മാച്ച് എക്സ്പീരിയൻസ് ഉള്ള താരങ്ങളൊന്നും ഇല്ലാണ്ട്, അതായത് ബിഗ് സ്റ്റേജിൽ അത്ര എക്സ്പീരിയൻസ് ഉള്ള താരങ്ങളൊന്നും ഇല്ലാഞ്ഞിട്ടും ആ ടീമിനെ കോച്ച് എങ്ങനെ സെറ്റ് ചെയ്തു എന്നുള്ളതാണ് കാണേണ്ടത്. കാര്യം അണ്ടർ-19 ടീമിൻ്റെ വളരെ സക്സസ് ആയ ഒരു കോച്ചാണ് ഡെലഫുവിൻ്റെ. അതേ ഒരു മെൻറ്റാലിറ്റി സീനിയർ ടീമിലോട്ട്, സീനിയർ താരങ്ങളിലോട്ടും കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. കുക്കുറയ്യനെ പോലെയൊക്കെ ക്ലബിൽ ഒരു വർഷം മൊത്തം അത്ര ഫോമിലൊന്നും ഇല്ലാതിരുന്ന താരം ഇപ്പോൾ വേൾഡ് ക്ലാസ് പെർഫോമൻസ് ആണ് ടീമിൻ്റെ ഒപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ബാക്കി താരങ്ങളും ഫാബിയൻ റൂയിസ് ചാമ്പ്യൻസ് ലീഗിലൊക്കെ PSG മത്സരത്തിൽ എത്ര, പ്രത്യേകിച്ച് ബാഴ്സലോണക്കെതിരെയുള്ള മത്സരത്തിലൊക്കെ ഫസ്റ്റ് മാച്ചിലൊക്കെ കുറേ വഴി കെട്ടതായിരുന്നു. അതിന് മുന്നുള്ള മത്സരങ്ങളും കുറേ സ്ലോ ആണ്, ടീമിൻ്റെ ഫ്ലോക്ക് അപ്പ് എത്താൻ കഴിയുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ. പക്ഷേ ഈ സ്പെയിൻ ടീമിലോട്ട് എത്തുമ്പോൾ ഒരു മൊത്തത്തിൽ എല്ലാ താരങ്ങളും അത്ര സിങ്കായിട്ട് കളിക്കണം. അതുപോലെ തന്നെ വിങ്ങിലെ ആ യങ്സ്റ്റേഴ്സ് 2 പേരും, നിക്കോ വില്യംസും അതുപോലെ ലമീൻ്റെ കാര്യത്തിൽ നമുക്ക് ആ ഗോൾ എല്ലാവരും കണ്ടതാണ്. അങ്ങനെ സ്പെയിൻ ടീമിനെ മൊത്തത്തിൽ ആ ഒരു മെൻറ്റാലിറ്റിയിലൂടെ ഈവൻ മൊറാട്ട പോലും ഗോൾ അടിക്കുന്നില്ല, ഫസ്റ്റ് സ്ട്രൈക്കറായിട്ട് ഗോൾ അടിക്കുന്നില്ല. അവസാനം ഗോൾ ലീഡ് കണ്ടെത്തിയ ശേഷം സെക്കൻഡ് ഹാഫിലൊക്കെ ഗ്രൗണ്ടിലില്ലാതെ അത്രയും സമയം മൊറാട്ട മരിച്ച് ഡിഫെൻഡ് ചെയ്യുന്നു. കുറേ ആക്ടിങ് ഭാഗമൊക്കെ ഉണ്ടായിരുന്നു, ഫൗള് പരീക്ഷയൊക്കെ കിടന്നിരുന്നു, കുറേ ടൈം വേസ്റ്റിന് ശ്രമിച്ചു. അതുപോലെ ഡിഫെൻഡ് ചെയ്യാൻ കുറേ ഡീപ്പായിട്ട് ഇറങ്ങി വന്നു. ഇടയ്ക്ക് 1-2 പാസ്സൊക്കെ കൗണ്ടറിന് കൊടുക്കുന്നുണ്ടായിരുന്നു. അത്രയും നല്ലൊരു പെർഫോമൻസ്, അതായത് ഗോൾ കണ്ടെത്തുന്നില്ലെങ്കിൽ അത്രയും നല്ലൊരു ഇൻപുട്ട് താരത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്നുള്ളതാണ്. പിന്നെ അതുപോലെ ലമീൻ യമാൽ, ഇനി പറയാനുള്ള ലമീനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ബാഴ്സലോണയിലെ പല ഫാൻസിനും അറിയുണ്ടാവും. അതായത് യൂത്ത് ടീമിൻ്റെ പെർഫോമൻസ്, അതുപോലെ യൂത്ത് ടീമിലെ പ്ലേയേഴ്സിൻ്റെ പേര്, പുതിയ ടാലൻറ്റുകൾ ആരാണെന്നൊക്കെ കണ്ടെത്തുന്ന ആൾക്കാർക്ക് അറിയണം. കുറേ വർഷങ്ങളായിട്ട് തന്നെ, ഇപ്പോഴൊന്നുമല്ല, കുറേ വർഷങ്ങളായിട്ട് തന്നെ അപ്പോൾ ഒരു പറഞ്ഞു കേൾക്കുന്ന പേരാണ്. പെട്ട് ഈ ഗവി അതുപോലെ യങ്സ്റ്റേഴ്സൊക്കെ ലാമാസി ബി ടീമൊന്നും ഇങ്ങോട്ട് എത്തിയപ്പോഴൊക്കെ പറഞ്ഞ് എല്ലാവരും പ്രതീക്ഷിച്ചത് ആ ലമീൻ്റെ ഒരു വരവിന് വേണ്ടിയിട്ട്. ലമീൻ്റെ വരവ് എല്ലാവരും ബാഴ്സ ഫാൻസിൻ്റെ ഒക്കെ ഒരു സ്വപ്നമായിരുന്നു പലപ്പോഴും. ലമീൻ്റെ വരവ് എങ്ങനെ ഉണ്ടാവും, ബാഴ്സയിലെ ഒരു വരെ പറയാം, മെസ്സിയുടെ ഒക്കെ ഒരു അങ്കാറ മെസ്സി അത്രയും പേര് വെട്ടിച്ച് കൊണ്ടുവന്നത്, അത്ര ടാലൻറ്റുള്ള, അതുപോലെ ടാലൻറ്റുള്ള പ്ലെയറായിട്ടാണ് എല്ലാവരും കണ്ടത് ലമീനെ. മെസ്സിയുടെ പോലെയെന്ന് പറയുന്നില്ല, ഒരിക്കലും മെസ്സിയുടെ പോലെയെന്ന് പറയുന്നില്ല, പക്ഷേ അത്ര ഹൈപ്പുള്ള ഒരു പ്ലെയർ തന്നെയായിരുന്നില്ല മെസ്സിയിൽ. ഇപ്പോഴല്ല, എല്ലാ സെഗ്മെൻറ്റിലും, ഇപ്പോൾ യൂത്ത് ടീമിൻ്റെ പല യൂത്ത് ടീമുകളിലും എപ്പോഴും ലമീൻ്റെ ഒരു പേര് പറഞ്ഞിട്ട് സീൻ ടീമിലോട്ട് എത്തുമ്പോൾ ഫാൻസിന് അത്ര ഒരു ആവേശം നൽകുന്നുള്ളത്. ആ ഒരു മൊമെൻ്റാണ് സത്യം പറഞ്ഞാൽ സ്പെയിൻ്റെ ഈ മത്സരത്തിൽ ടീമിന് കിട്ടിയിട്ടുള്ളത്. ആ ഒരു ഗോള്, ആ ഒരു ഇമ്പോർട്ടൻ്റ് മൊമെൻറ്റിൽ, അതും അത്ര ഒരു സൂപ്പർ ലോങ് റേഞ്ച് ബോക്സിന് പുറത്തു നിന്നുള്ള ഒരു കർവ് ചെയ്തിട്ടുള്ള ഗോള്, ആ ഒരു മൊമെൻറ്റ് ഫാൻസിന് കിട്ടി എന്നുള്ളതാണ്. ഇത്രയും കാലങ്ങളായിട്ട് കാത്തിരുന്ന ആ ഒരു മൊമെൻറ്റ് ഫാൻസിന് കിട്ടി എന്നുള്ളതാണ്. ഇതുപോലെയുള്ള ഷോട്ടുകൾ ഒരുപാട് എടുത്തിട്ടുണ്ട്. ലമീൻ്റെ ഒരു ട്രേഡ് മാർക്കാണ് ഇങ്ങനത്തെ ഷോട്ടുകൾ. അപ്പോൾ ഒരുപാട് എടുത്തിട്ടുണ്ട് ഈ ടൂർണമെൻറ്റിൽ, പക്ഷേ ഒരു അത്ര എണ്ണം ഷോട്ടുകൾ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്നലത്തെ മത്സരത്തിൽ ആ ഒരു ഒറ്റ ഷോട്ടിലൂടെ തന്നെ ഗോള് കണ്ടെത്താൻ താരത്തിന് കഴിഞ്ഞു. കൂടുതൽ ഷോട്ട് എടുക്കുമ്പോഴാകും പലപ്പോഴും ഗോളായി മാറുക. ഇങ്ങനെ പലപ്പോഴും ഷോട്ട് എടുക്കുന്നതാണ്. അതുപോലെ അർദ്ധ ഗോളർ നമ്മൾ കണ്ടിട്ടുണ്ട്. ഗോളർ ഇതുപോലെ ലോങ് റേഞ്ച് അടിക്കാൻ നല്ല കഴിവുള്ള കളിക്കാരാണ് ഇവർ രണ്ടുപേരും. എന്തായാലും
റയലിലും ബാഴ്സയിലുമായിട്ട് തിളങ്ങും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇപ്പോഴത്തെ ഇത്ര വലിയ ബിഗ് സ്റ്റേജ് തന്നെ നാഷണൽ ടീമിന് വേണ്ടിയിട്ട് അവർ നന്നായി കളിക്കുന്നുണ്ട്. അപ്പോൾ സ്പെയിൻ്റെ ഇതിലൂടെ വരാം. പിന്നെ അതുപോലെ ഗോള് കണ്ടെത്തിയ രണ്ടാമത്തെ ഗോള് ഡാനി ഓൾമോൻ്റെ ഗോളായിരുന്നു. ഫസ്റ്റ് ഗോൾ കണ്ടെത്തി 4 മിനിറ്റിനുള്ളിൽ തന്നെ രണ്ടാമത്തെ ഗോളും വന്നു എന്നുള്ളതാണ്. ഒരു റിബൗണ്ട് കിട്ടി. ഓൾമോൻ്റെ ആ ഒരു ഫസ്റ്റ് ടച്ച് പിന്നെ പെട്ടെന്ന് ചൗമീനിനെ ഒന്ന് കടന്ന് ഡബിൾ ചെയ്തല്ല കട്ട് ചെയ്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു കാര്യം. ചൗമീനെ അറിയാം പെട്ടെന്ന് അതൊക്കെ ഇൻ്റർസെപ്റ്റ് ചെയ്ത് കളയാനുള്ള കഴിവുള്ളത് ആരാണ്. പക്ഷേ ഓൾമോ ഒന്നും നോക്കിയില്ല, ജസ്റ്റ് എടുത്തു. അപ്പോഴത്തേന് ഷോട്ട് അത് കീപ്പർക്ക് ടൈം കിട്ടില്ല, അത്ര പവർഫുൾ ഷോട്ട് ചെയ്യുന്നു. കൊണ്ട് തടുക്കാൻ നോക്കി, പക്ഷെ അത് ബോക്സിലോട്ട് തന്നെ കയറി. അങ്ങനെ ലീഡ് എടുത്ത ശേഷം പിന്നെ ഉണ്ടായിരുന്നത് സത്യം പറഞ്ഞാൽ ഫ്രഞ്ച് ടീമിനായിരുന്നു കുറച്ച് നല്ല ചാൻസുകൾ കിട്ടിയിരുന്നതെന്ന് പറയാം. എംപാപ്പയുടെ ഒക്കെ സെക്കൻഡ് ഹാഫിൽ കിട്ടിയിരുന്ന ചാൻസ് കട്ട് ചെയ്ത് അത് എംപാപ്പ എങ്ങനെ മിസ് ചെയ്യുന്നു എന്നുള്ളത് തന്നെ മനസ്സിലാവുന്നില്ല സത്യം പറഞ്ഞാൽ. അതൊക്കെ എംപാപ്പയുടെ ഒരു ട്രേഡ് മാർക്ക് ഷോട്ടാണ്. അതൊക്കെ എപ്പോഴും താരം പലപ്പോഴും നമ്മൾ സ്കോർ ചെയ്ത് കണ്ടിട്ടുള്ളതാണ്. അത് പോസ്റ്റിന് ടാർഗറ്റിലോട്ടും പോയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ ഗാരി ലിനക്കറൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് കുറച്ച് ഈ ഒരു മൂക്കിൻ്റെ ഇഞ്ചറി വന്ന ശേഷം മാസ്കൊക്കെ ഇട്ട് കളിക്കാൻ തുടങ്ങിയ ശേഷം താരത്തിന് പലപ്പോഴും ഡെയിലി റൂട്ടീൻ ഉറക്കമൊന്നും ശരിയാവണില്ല. ചിലപ്പോൾ ഒരു മെൻ്റലി വല്ലതും ബാധിച്ചിട്ടുണ്ടാവുക ഈ സമയത്ത്. താരം ഏതായാലും ഇന്നലെ പറഞ്ഞത് മാച്ചിന് ശേഷം റെസ്റ്റ് എടുക്കണം എന്ന്. മോശം ടൂർണമെൻറ്റാണ്, സ്വന്തം കാര്യം നോക്കുകയാണെങ്കിൽ മോശം ടൂർണമെൻറ്റാണെന്ന് തന്നെയാണ് എംബാപ്പെ പറഞ്ഞത്. അപ്പോൾ ഇനി താരം റെസ്റ്റ് എടുക്കും, ഇനി പുതിയ തുടക്കം എന്നുള്ള രീതിയിൽ ഇനി റയലിലോട്ട് വരും. അപ്പോഴേക്കും താരം ശരിയാവട്ടെ എന്ന് കരുതാം. കാര്യം അത് അത്യാവശ്യം നല്ല മോശം പെർഫോമൻസിനെ ആയിരുന്നു ഈ യൂറോ കപ്പിൽ. പിന്നെ ഇന്ന് അടുത്ത സെമി ഫൈനലുണ്ട്, ഇംഗ്ലണ്ട് നെതർലൻഡ്സ്. എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് കണ്ടറിയാം. ഇംഗ്ലണ്ട് പറയുമ്പോൾ ഫ്രാൻസിനെ പോലെ തന്നെ എന്ന് പറയാൻ കാര്യം അത്യാവശ്യം മോശം പെർഫോമൻസ് നടത്തിയിട്ട് തന്നെയാണ് ഇതുവരെ എത്തിയിട്ടുള്ളത്. പക്ഷേ ജയിക്കാനുള്ള ടാലൻറ്റുകൾ അവർക്കുണ്ട്. ഇമ്പോർട്ടൻ്റ് മൊമെൻറ്റ്സിൽ ഗോൾ കണ്ടെത്താനാണെങ്കിൽ അതിനുള്ള ടാലൻറ്റ്സ് അവർക്കുണ്ട്. സോ അതെങ്ങനെ ഉണ്ടാവും എന്നുള്ള കണ്ടിട്ട് അറിയാം. നെതർലാൻഡ്സ് നന്നായിട്ട് പെർഫോമൻറ്റ് ചെയ്യും. പ്രത്യേകിച്ച് ഇംഗ്ലണ്ടിനെതിരെ മിനിമം 2-3 ഗോൾ ലീഡെങ്കിലും കണ്ടെത്തിയിട്ടില്ലെങ്കിൽ അവസാനം അവർ അടിച്ച് കയറി വരും, അത് ഉറപ്പാണ്. കഴിഞ്ഞ മത്സരം തന്നെ കണ്ട സ്വിറ്റ്സർലൻഡിനെതിരെ ആ ഗോൾ ഒന്ന് കൊടുക്കണത് വരെ അവരിങ്ങനെ ഒരു ഉറക്കം തൂങ്ങി മോഡിലായിരുന്നു. പക്ഷേ അതിനുശേഷം പിന്നെ അവർ നന്നായി പെട്ടെന്ന് തന്നെ ഗോൾ തിരിച്ചെടുക്കാൻ കഴിഞ്ഞു. ആ ഒരു ടാലൻറ്റ് അവർക്കുണ്ട് എന്നുള്ളതാണ്. സൗത്ത് ഗേറ്റിൻ്റെയും ദശാംശനെ പോലെ തന്നെ ഒരു ടാക്ടിക്സ് ഒന്നും നോക്കണ്ട. അത് 2-3 പ്ലേയേഴ്സിൽ വിചാരിച്ചാൽ അവർക്ക് ഗോൾ ഈസി ആയിട്ട് കണ്ടെത്താൻ കഴിയും. ആ ഒരു ബെല്ലിംഗ്ഹാം ഉണ്ട്, ഫ്രണ്ടിൽ ഫോർഡൻ ഉണ്ട്. ആ എല്ലാ താരങ്ങളും അങ്ങനെ ഒരു ചേഞ്ച് കൊണ്ടുവരാൻ കഴിയുന്നതാണ്. സോ നെതർലാൻഡ്സിന് പക്ഷേ ഒരു ടീം പ്ലേൻ്റെ അഡ്വാൻറ്റേജ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഗോൾ കണ്ടെത്തിയാൽ എത്രയും പെട്ടെന്ന് ഗോൾ എന്നല്ല ലീഡ് ഉയർത്താൻ സാധിച്ചാൽ അവർക്ക് നല്ലത്. പിന്നെ കോപ്പയിലാണെങ്കിൽ വലിയ അത്ഭുതമൊന്നുമില്ല. കാനഡയെ തോൽപ്പിച്ചിട്ട് അർജൻറ്റീന ഫൈനലിലോട്ട് എത്തിയിട്ടുണ്ട്. അത്ര നല്ല പെർഫോമൻസ് ഒന്നും അല്ലായിരുന്നു. പിന്നെ എടുത്ത് പറയാനുള്ളതൊന്നും ഇല്ലായിരുന്നു ആ മാച്ചിൽ. മെസ്സിൻ്റെ ഗോളുണ്ട്, മെസ്സി അതും വേറെ ഷോട്ട് എടുത്ത് അത് കിട്ടി ഗോൾ അടിച്ചതാണ്. പിന്നെ നെൽവാരസും മെസ്സിയും ഗോൾ അടിച്ചു. പെർഫോമൻസിനെ കുറിച്ച് വലുതായിട്ടൊന്നും പറയാനില്ല, വെറുതെ അത്യാവശ്യം ബോറ് നല്ല. അർജൻറ്റീന ഒരു ഫുൾ ഫ്ലോയിലോട്ട് വന്നിട്ടില്ല. അപ്പോൾ ഉറുഗ്വേ ആണെങ്കിലും കൊളംബിയ ആണെങ്കിലും ഫൈനലിലോട്ട് ആരെത്തിയാലും അവർക്കൊരു മാച്ചിൽ അവർക്കൊരു അപ്പറായിട്ട് ഉണ്ടാവുമെന്ന് പറയാതെ വയ്യ. അൺലെസ് അർജൻറ്റീന നല്ലൊരു പെർഫോമൻസ് പുറത്തെടുക്കാതെ. ബാക്കിയുള്ള ഉറുഗ്വേക്കും കൊളംബിയക്കും കുറച്ചൊരു ടീമിൻ്റെ ഒരു പ്ലേയിങ് സ്റ്റൈലായാലും അതുപോലെ കോമ്പിനേഷൻ പ്ലേ ആയാലും ഇതിൽ അവർക്കൊരു ചെറിയൊരു അപ്രാൻഡ് ഉണ്ട്. ഒരു ഫോമിലാണ് 2 ടീമുകളും എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വാർത്തകൾ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നന്ദി.